ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകമെമ്പാടുമുള്ള ഏവർക്കും വേണ്ടി നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹാദരങ്ങളോടെ സ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര, പവേഡ് ബൈ ഏകോൺ ഷിപ്പിംഗ്, ബ്രോട്ട് യു ബൈ അമൃതവേണി ആൻഡ് അവർ ലോജിസ്റ്റിക് പാർട്ണർ ശ്രീ ട്രാൻസ് ലോജിസ്റ്റിക്സ്. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഇതാണപ്പം സീതാ ഗുഹ. राम सिया राम जय जय राम. राम सिया राम जय जय राम. സീത താമസിച്ച സ്ഥലം ഇവിടെയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ശിവലിംഗമുണ്ട്, അതായത് സീത പ്രാർത്ഥിച്ച ഒരു ശിവലിംഗം കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ സീതാ ഗുഹയിൽ എൻട്രിലാണ് നമ്മൾ നിൽക്കുന്നത്. സീതാ ഗുഹയിലേക്ക് കാണാം. അപ്പൊ നമ്മളിപ്പം നടക്കുന്നത് ഇതിനിങ്ങനെ ഓരോ, കാരണം ഈ റഷുള്ള സമയത്ത് ആൾക്കാർ അകത്തോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കെട്ടിയിരിക്കുന്നു. ഇന്നിപ്പോ നമ്മൾ വന്ന സമയത്ത് വലിയ റഷൊന്നും ഇല്ല ആക്ച്വലി. ഇവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ദ പേഴ്സൺ ഹു ആർ സഫറിംഗ് ഫ്രം ഹാർട്ട് ആൻഡ് ലങ് റിലേറ്റഡ് ഡിസീസ് ലൈക്ക് ബ്ലഡ് പ്രഷർ, ആസ്മ എന്ന് തുടങ്ങി. അതായത് ബ്ലഡ് പ്രഷർ, ആസ്മ, BP അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഉള്ളിലോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു ഗുഹ നുഴഞ്ഞ കാരണം. അതെ, നമുക്ക് നോക്കാം ഇതിനകത്ത് പോയിട്ട്. ഒരു പരിപാടിയുണ്ട് ഇവിടെ, എല്ലാരും കൊണ്ടുവന്നിട്ട് ചില്ലറ പൈസ ഇങ്ങനെ വെക്കും. അത് ചോദിക്കുന്നത് സീതാദേവിക്ക് വേണ്ടി പൈസ വെക്കാം. ആദ്യം ഇവിടെ ഗണപതി ഭഗവാനെ തൊഴണം. ഗണപതി ഭഗവാനെ തൊഴുതിനു ശേഷം ഇവിടെ ആക്ച്വലി ഇരുന്ന് വേണം കയറാൻ. ഒരു സംഭവമുണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. അത്ര പെട്ടെന്ന് ഈശോയുള്ള ഒരു കാര്യമൊന്നുമല്ല എന്തെങ്കിലും. പക്ഷെ എന്തായാലും നമുക്ക് തലമുട്ടിയാലും കയറി പോകാൻ പറ്റും. തല കുനിഞ്ഞ് വേണം കയറണം. വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഉള്ളിലൂടെ നുഴഞ്ഞ് വേണം അകത്ത് പോകാൻ. അകത്ത് പോയി ഈ അസുഖമുള്ള ആൾക്കാർക്കും ഇതിലെ വരുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇതിലെ നുഴഞ്ഞു കയറുക എന്ന് തന്നെ പറയും. ഇതിനൊരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 2.5-3 അടി പൊക്കമാണ് ഉള്ളത്. ഇവിടെ ഇരുന്ന് പോകാൻ പറ്റും. കാരണം ഇവിടെ ശരിക്കും ഒരു നല്ല വണ്ണമുള്ള ഒരാൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാണ് ഇതിലേക്ക് കയറേണ്ടത്. അപ്പൊ ഇത് കയറിയതിനു ശേഷം ഇത് ഒരു 3 അടി പൊക്കമുണ്ട്. ഇവിടുന്ന് ഇറങ്ങേണ്ടത്. ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിൽക്കാൻ കഴിയും. ഇതിനുശേഷം ചെറിയൊരു വാതിലൂടുണ്ട്. ആ വാതിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇതിലെ വീണ്ടും നമ്മൾക്ക് അങ്ങനെ 2 എൻട്രൻസ് ഉണ്ട്. ഇതിൽ രണ്ടാമത്തെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്രീരാമ വിഗ്രഹം കാണാൻ സാധിക്കും. അതായത് ഇവിടെയാണ് രാവണനും ലക്ഷ്മണനും സീതയും ഉള്ളത്. വനവാസ സമയത്ത് സീത താമസിച്ച സ്ഥലമാണ്. അതിനുശേഷം സീത ഇവിടെ ഒരു ശിവലിംഗമുണ്ട്.
ശിവനെ പ്രാർത്ഥിച്ച ഒരു സ്ഥലം കൂടെ ഉണ്ട്, അതിന്റെ ഇപ്പുറത്താണ് നമുക്ക് കാണാം. അപ്പൊ ഈ മസാലയൊക്കെ ഇട്ട് നമ്മളിത് കഴിക്കുകയാണ്. ഈ നാസിക് എന്ന് പറയുമ്പോൾ ഇത് 4 ചേർന്ന സ്ഥലം എന്നാണ് പറയണത്. 4 എന്ന് പറഞ്ഞാൽ ഒന്ന് കൃഷി, വൈൻ, IT, ഭക്തി, ഇങ്ങനെ 4 ചേർന്ന സ്ഥലമാണ്. വേണമെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോക്ടെയിൽസ് ഓഫ് എക്സ്ട്രീംസ് എന്ന് വേണമെങ്കിൽ നാസികിനെ വിശേഷിപ്പിക്കാം. ഗോദാവരിയുടെ തെക്കേ തീരത്താണ് പഞ്ചവടി. 5 വടങ്ങൾ, അതായത് പേരാലുകളുള്ള സ്ഥലത്തിന് പഞ്ചവടി എന്ന് പേര് വന്നു എന്നാണ് ഐതിഹ്യം. പഞ്ചവടി എന്ന പേര് എങ്ങനെയാ വന്നെന്നുള്ളത് 5 വടവൃക്ഷങ്ങൾ, അതായത് 5 ആൽമരങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 1, 2, 3, 4, 5 എന്ന്. ഈ 5 മരങ്ങൾ ഇവിടെ ചേർന്നാണ്, അങ്ങനെയാണ് ഇതിന് പഞ്ചവടി എന്ന പേര് വന്നെന്ന് പറയുന്നത്. ഒരേ വലുപ്പത്തിൽ, ഒരേ രൂപത്തിൽ, വൃത്താകൃതിയോടുകൂടി 5 ആൽമരങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അഗസ്ത്യാശ്രമത്തിലെത്തി അനുഗ്രഹം വാങ്ങി തിരിച്ചു പോകുന്ന ശ്രീരാമനോട് അഗസ്ത്യൻ പറഞ്ഞു, ഇവിടെ നിന്ന് 2 യോജന അപ്പുറത്തായി പഞ്ചവടി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ കായ്കനികളും കിഴങ്ങും സുലഭമായി ലഭിക്കും. രാമൻ ഇവിടെ വന്ന സമയത്ത് ഇത് രാമൻ ശാപമോക്ഷം നൽകിയെന്നും ശാപമോക്ഷം നൽകിയ ആൽമരത്തിന് ശാപമോക്ഷം നൽകിയെന്നും എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ശാപമോക്ഷം കിട്ടിയ ഒരു ആൽമരമാണിതെന്ന് ഇവിടെ പറയപ്പെടുന്നു. അടുത്തു തന്നെ ജലാശയവും. നിങ്ങൾക്കവിടെ സുഖമായി താമസിക്കാം. ഒരിക്കൽ യുവാക്കളായ 5 ഗന്ധർവന്മാർ അഗസ്ത്യ മഹർഷിയെ എങ്ങോട്ടും പോകാൻ കഴിയാത്ത വിധത്തിൽ തടഞ്ഞു നിർത്തി. കോപിഷ്ഠനായ മഹർഷി അവരെ 5 വടങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു. അങ്ങനെയാണ് 5 വടങ്ങളിൽ നിന്നും പഞ്ചവടിയായി നാമം പരിണമിക്കുന്നത്. അതായത് ഇതാണ് സീത താമസിച്ചത്. ഇതൊരു എക്സിബിഷനാണ്. ഈ എക്സിബിഷനിൽ കാണിക്കുന്ന പറഞ്ഞാല് ഇത് സീത താമസിച്ചിരുന്ന ഒരു വീടാണെന്നും ഇങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നും പറയുന്നു. അപ്പം ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്ന പരിചാരകരായിരിക്കണം. ഇത് ശരിക്കും രാമായണത്തിലെ കഥ അറിയാവുന്നവർക്ക് അറിയാം. ഇവിടെ വെച്ചാണ് ശൂർപ്പണയുടെ മൂക്കും മുലയും ഛേദിച്ചത്. കാനനവാസത്തിൽ സീതാരാമ ലക്ഷ്മണന്മാർ താമസിച്ച സ്ഥലമാണ് പഞ്ചവടി. രാവണൻ സീതയെ അപഹരിക്കുന്നത് ഇവിടെ നിന്നാണ്. മൂക്ക് എന്നർത്ഥം വരുന്ന നാസിക എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് നാസിക് എന്ന പേരുണ്ടായി എന്നും പറയപ്പെടുന്നു. ശ്രീരാമൻ 2.5 വർഷം പഞ്ചവടിയിൽ താമസിച്ചു. രാമായണത്തിലൊരു കഥ പറയുന്നത്, അതായത് സീതയെ രാവണൻ കടത്താൻ വേണ്ടി വന്ന സ്ഥലമാണല്ലോ ഇവിടെ. അപ്പൊ സീതയെ കടത്താൻ വേണ്ടുന്ന സമയത്ത് അവിടെ ഒരു മാൻ, അതായത് മാരീചൻ, അതായത് നമ്മുടെ രാവണന്റെ ഇവരുടെ അമ്മാവനാണ് മാരീചൻ എന്ന്.
മാരീചൻ ഒരു നല്ല മാനായി ഇവിടെ എത്തുകയും ആ മാനിനെ കണ്ടപ്പം സീത പറഞ്ഞു എനിക്ക് ആ മാനിനെ പിടിച്ചോണ്ട് വരാൻ. അങ്ങനെ രാമൻ മാന്റെ പുറകെ പോയി. അത് ആക്ച്വലി അവര് വേഷം മാറി വന്നതാണ് മാനായിട്ട്. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ രാമൻ മനസ്സിലായി പിന്നീട് ഇത് ചതിയാണെന്ന്. അപ്പൊ രാമൻ എന്ത് ചെയ്തു, രാമൻ ഈ മാനിനെ അമ്പ് ചെയ്തു. അപ്പൊ അമ്പ് ചെയ്ത സമയത്ത് ഈ മാൻ രാമന്റെ ശബ്ദത്തിൽ ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ സീത പറഞ്ഞു രാമൻ എന്തോ പറ്റിയിട്ടുണ്ട്, എത്രയും വേഗം നിങ്ങൾ അവിടെ പോകാൻ ലക്ഷ്മണോട് പറഞ്ഞു. പക്ഷെ ലക്ഷ്മണൻ എന്ത് ചെയ്തു, ആ സമയത്ത് ഇല്ല എന്റെ ചേട്ടൻ എന്ന് നോക്കിയോളൂ ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം ലക്ഷ്മണനും വീണ്ടും രണ്ടാമതും കരഞ്ഞു. രണ്ടാമത്തെ അമ്പ് ചെയ്തപ്പോൾ ഇത് തന്നെ കരഞ്ഞു. അതായത് രാമന്റെ ശബ്ദത്തിലായി കരയണം. അത് കേട്ടതിന് ശേഷം ലക്ഷ്മണൻ അവിടെ പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ ലക്ഷ്മണൻ അവിടെ പോയ സമയത്ത് എന്ത് പറ്റി, രാവണൻ കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട്, കാഷായ വസ്ത്രം എന്നാൽ ഇത്രയും സുന്ദരമായ വേറെ കപടങ്ങളൊന്നും ഉണ്ടാവത്തില്ല, സന്യാസിയായിട്ട് വന്ന് അവിടെ ഒരു ലക്ഷ്മണ രേഖയുണ്ട്. അത് ലക്ഷ്മണ രേഖയും താണ്ടി സീത വെളിയിൽ വരികയും സീതയെ അപഹരിച്ചുകൊണ്ട് ശ്രീലങ്കയിലേക്ക് പോയി. അതും പുഷ്പവിമാനത്തിൽ കൊണ്ടുപോയി തെക്ക് വശത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പിന്നീട് നമ്മുടെ ജഡായു പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു കഥ കാണിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ കാഷായ വസ്ത്രം, അതായത് അദ്ദേഹം നല്ല സുന്ദരനായ ഒരു സന്യാസിയായിട്ട് രാവണൻ വന്നതാണ്. രാവണൻ വന്ന് സീതയോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും തരണമെന്ന്. അങ്ങനെ സീത കുറച്ച് ഫലങ്ങളും ഫ്രൂട്ട്സ് എല്ലാമായി വന്ന് രാവണന് കൊടുക്കാനായിട്ട് വരികയും, രാവണൻ ഭിക്ഷ ചോദിക്കുകയായിരുന്നു. അപ്പൊ ഭിക്ഷ നൽകാനായി വരികയും അവിടെ ഒരു ലക്ഷ്മണ രേഖ ഉണ്ടായിരുന്നു, അത് താണ്ടുകയും ചെയ്തപ്പോഴാണ് സീതയെ കയ്യിൽ പിടിച്ചു വലിച്ച് പുഷ്പകുമാരത്തിൽ കയറ്റി ലങ്കയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഈ കാണുന്നില്ലേ, അതാണ് ലക്ഷ്മണൻ ശൂർപ്പണയുടെ മൂക്ക് കട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഈ മൂക്ക്, അതായത് നാസിക, താഴെ വീണ സ്ഥലമായതുകൊണ്ട് അതിനെ നാസിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ 5 വടവൃക്ഷമുള്ളതിനെ പഞ്ചവടി എന്ന് പറയുന്നത്, അതിന്റെ ഒരു കഥയാണ് ഇവിടെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സിബിഷനൊക്കെ ആവശ്യമാണ്. കാരണം നമ്മുടെ തലമുറയ്ക്ക് വളരെ കൃത്യമായി ചിത്രങ്ങളിലൂടെ അതിന്റെ സ്റ്റാച്യൂയിലൂടെ ഈ കഥ കൈമാറാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ രാമായണം എന്ന് പറയുന്നത് അത് എഴുതിയ ഒരു സമയത്തും അയാൾ ഏറ്റവും കൂടുതൽ രാമായണ യാത്ര പോകുന്നത് എങ്ങോട്ടാണെന്നറിയുക, ശ്രീലങ്കയിലേക്ക്. ഞാൻ ശ്രീലങ്കയിൽ പോയ ആളാണ്. ശ്രീലങ്കയിൽ പോയി ഞാനിത് കണ്ട ആളാണ്. ഈ പറഞ്ഞ വൃന്ദാവനമൊന്നുമല്ല, അതൊരു കാടാണ്. ഇപ്പൊ നമ്മൾ എഴുതിയിട്ടില്ലേ, അതായത് രാമായണ ദർശനം എന്ന് പറഞ്ഞിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതെല്ലാം ഈ ശ്രീലങ്കയിലേക്ക് പോകുന്നതല്ല. ശ്രീലങ്കയിൽ ഒന്നുമില്ല കാണാൻ, അതിനേക്കാളും കൂടുതൽ കാണാനുള്ള ഒരു പത്ത് തലയുള്ള രാവണൻ സീതയെ കൊണ്ടുപോയതാണ്. സീത പുറകിലുണ്ട്. സീതയെ അപഹരിച്ചുകൊണ്ട് 10 തലയുള്ള രാവണൻ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ജഡായു, അതായത് സീതയെ അപഹരിച്ചുകൊണ്ട് പോണ സമയത്ത് അപ്പം രാമനില്ല, അവിടെ ലക്ഷ്മണനുമില്ല. അപ്പോഴാണല്ലോ സീതയെ കൊണ്ടുപോകണേ. അപ്പം വിചാരിച്ചു രാമൻ വരുന്ന സമയം വരിക്കും നമുക്ക് ഈ പുഷ്പമാരത്തെ തടഞ്ഞു നിർത്താം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ജഡായു. അപ്പൊ ജഡായുവിന് പ്രായം 20,000 വർഷമാണ്. 20,000 years പ്രായമുണ്ട് ജഡായുവിന്. ജഡായു എന്ത് ചെയ്തു, ഇതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. ആ സമയത്ത് രാവണൻ വാളെടുത്ത് ജഡായുവിനെ വെട്ടി അങ്ങനെ ജഡാവിനെ കൊന്നു. അതിന്റെ ഒരു ചിറക് വന്ന വീണ സ്ഥലം തിരുവനന്തപുരത്തെ ചടയമംഗലം എന്നും പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു സ്ഥലമാണ്, അങ്ങനെയാണ് ചടയമംഗലം എന്ന പേര് വന്നത്. അവിടെ ഉണ്ട് ഒരു വലിയൊരു ഇതൊക്കെ കാണിച്ചു, ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ടാക്കി വെച്ചു. അതാണ് ഈ കാണിച്ചത്. അപ്പൊ അങ്ങനെ രാമൻ അവിടെ എത്തി ജഡായുവിനെ കയ്യിലെടുത്തു. ജഡായു പറഞ്ഞു, രാമ, ഞാൻ എന്റെ കഴിവതും ഞാൻ പരിശ്രമിച്ചു. ഈ കളവനായ ഈ വയസ്സായ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ഒരു പരിധി വരിക്കും എന്നെ തടഞ്ഞു നിർത്താൻ എനിക്ക് കഴിഞ്ഞു.
അവർ ആ സമയത്ത് ഈ ക്ഷേത്രം നശിപ്പിച്ചു. അവരിതെടുത്ത് ഗോദാവരിയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ഞാനത് ചോദിച്ചപ്പം അവിടെ നിന്ന് പൂജാരി ചോദിച്ചു, അങ്ങനൊന്നും ഇല്ല എന്ന് പൂജാരി വളരെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അത് എറിഞ്ഞു വന്നും അവിടെ ഒരു മഹർഷി കുളിക്കാനായിട്ട് വന്നപ്പോൾ രാമൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഒരു വിഗ്രഹം ഇവിടെ ഉണ്ടെന്ന് ആ മഹർഷിയോട് പറയുകയും ആ മഹർഷി വീണ്ടും അത് അവിടെ കൊണ്ടുവരികയും അവിടെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ രാമമന്ദിരം ഉണ്ടായെന്നും പറയുന്നത്. ആദ്യം ഒരു പേരുണ്ടായി, അതാണ് ഗുൽഷാനാബാദ്. നാസിക് എന്ന പേര് വന്നതിന് നമ്മളെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ ചരിത്രം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, അതായത് ഈ ഒരു യുദ്ധത്തിൽ അറിയാതെ രാവണൻ ശൂർപ്പണഖയുടെ ഭർത്താവിനെ വധിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ അറിയാതെ ഭർത്താവ് മരിച്ചു. അങ്ങനെ നല്ലൊരു ഭർത്താവിനെ തേടി ശൂർപ്പണഖ. ഈ ശൂർപ്പണഖ എന്ന് പേര് വന്നത്, ശൂർ എന്നാൽ മുറം എന്നാണ് അർത്ഥം. മുറത്തിന്റെ നഖമുള്ളവൾ, അത് അത്ര വലിയ രാക്ഷസി, അത്ര നഖമുള്ളവൾ, അതാണ് അവളെ ശൂർപ്പണഖ എന്ന് പറഞ്ഞത്. അങ്ങനെ ശൂർപ്പണഖ നല്ല സുന്ദരിയായി, സുന്ദരിയായി വന്ന് അവിടെ രാമനെ കാണുക. രാമൻ ഭയങ്കര സുന്ദരനല്ലേ, അതായത് താമരയുടെ കണ്ണുള്ള രാമനെ കണ്ടപ്പോ ചോദിച്ചു, എനിക്ക് ഇഷ്ടമായി, മുനി എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രാമൻ പറഞ്ഞു, എന്നെക്കാളും സുന്ദരനാണ് ലക്ഷ്മണൻ, നീ ലക്ഷ്മണനെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, എന്നെക്കാളും സുന്ദരനാണ് എന്റെ ചേട്ടൻ. അപ്പൊ ഇവരിങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് സീത വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. സീത അത്ര സുന്ദരിയാണല്ലോ. സീതയെ കണ്ടപ്പോൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം, അവർക്ക് അസൂയെ കുറിച്ച് പോയിട്ടതാണ്. അപ്പൊ അങ്ങനെ കണ്ട് ആ സമയത്ത് എത്തുപറ്റി വെച്ചാല് ശൂർപ്പണഖ പെട്ടെന്ന് രാക്ഷസ രൂപം പൂണ്ട് കൊല്ലാൻ ശ്രമിച്ചു സീതയെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു വാളെടുത്ത് ലക്ഷ്മണൻ എറിഞ്ഞു. അത് ചെവിയും മൂക്കും മുറിഞ്ഞു പോയി. അങ്ങനെ മൂക്ക് താഴെ വീണു, നദിക്കപ്പുറം. അതെ, നാസിക താഴെ വീണു. അങ്ങനെ നാസിക എന്ന് പറഞ്ഞു. ഇതിനകത്ത് വരുന്നുണ്ട് മറാഠിയിൽ മൂക്കിന് നാക്ക്. നമ്മൾ നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവാണ്. പക്ഷെ ഇവിടെ അതെ, അങ്ങനെയാണ് നാസിക് എന്ന് പേര് വന്നതെന്നും പറയുന്നത്. പഞ്ചവടി പ്രദേശം മുഴുവൻ 5 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. കാലാരാം ക്ഷേത്രം, കപാലേശ്വര ക്ഷേത്രം, ഗംഗ ഗോദാവരി ക്ഷേത്രം, സുന്ദർ നാരായണ ക്ഷേത്രം തുടങ്ങി 3500ഓളം ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നാസിക്കിനെ പശ്ചിമ ഇന്ത്യയിലെ ബനാറസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ത്രേതായുഗത്തിൽ ജീവിച്ച രാമൻ എത്ര വർഷം മുന്നെയാണ് പഞ്ചവടിയിൽ താമസിച്ചിരുന്നു എന്നതിന് കൃത്യമായി രേഖകളില്ല. അത് 7000 മുതൽ 10 ലക്ഷം വർഷങ്ങൾ മുന്നേ ആകാം എന്നതാണ് ഒരു ഏകദേശ നിഗമനം. ഇവിടെ ഒരു സംഭവമുണ്ട്. ഇവിടെ ഇങ്ങനെ വഴിയിൽ നല്ല പേരയ്ക്ക, അതായത് കൃഷിയുടെ ഏറ്റവും വലിയ സ്ഥലമാണല്ലോ നാസിക്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും മധുരമായ എന്ത് സംഭവം, അത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ മുംബൈക്ക് പോകുന്ന അതായത് ഉള്ളി പ്രത്യേകിച്ച്, അത് നാസിക്കിലെ ഉള്ളി വളരെ പ്രസിദ്ധിയാണ്, കേന്ദ്രമാണ്. അതെ, അതുകൂടാതെ ഇത് മേടിക്കണ പൈസ ഉണ്ടാക്കുന്ന സ്ഥലം നാസിക്ക് തന്നെയാണ്. അപ്പം ഇദ്ദേഹം നമ്മളോട് പറയായിരുന്നു, കിത്തന മന്ദിർ 3500 മന്ദിർ, 3500 ക്ഷേത്രങ്ങൾ പഞ്ചവടിയിൽ മാത്രം, ചെറുതും വലുതുമായ. खाली पंचवटी में साड़ी खाली पंचवटी जितना अपना पंचवटी किसका मंदिर है वो? सब भगवान का मंदिर, भोले बाबा, साई बाबा का, कोई बोलते राम जी का, कोई बोल डबल मंदिर बनाया. ऐसा 3500 मंदिर बनाया. നമ്മുടെ ഹിന്ദു ഏത് ദൈവങ്ങളാലും 3500. तपोवन में वही सुपर राखा का नाक कटेला है. तो उधर ब्रह्मा विष्णु महेश 3 कुंड है. वहाँ 3 कुंड में अंदर जाने के बाद जो पाप पुण्य केला वो नहाया जाता है. वो गोदावरी और कपिले का संगम हो गया उधर. അവിടെയാണ് നമ്മുടെ സംഘമുള്ളത്. അവിടെ പോയി കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും തീരും. ഇവിടെയാണ് ഈ മരണശേഷം ആൾക്കാർ പിതൃപൂജയ്ക്ക് ബലിയിടാൻ വേണ്ടി വരുന്നത്. ഈ സ്ഥലത്ത് ഗോദാവരി ബലി നമ്മുടെ, അതായത് ഈ ഒരു സ്ഥലത്ത് മഹാരാഷ്ട്രയില്, അതായത് ബലിതർപ്പണം ചെയ്യാനായിട്ട് കൂടുതലും ആൾക്കാർ വന്ന് ബലിതർപ്പണം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് 3500 ക്ഷേത്രങ്ങളുടെ കഥയുണ്ട്. ശരിക്കും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 മാസം എടുക്കും ഇതിന്റെ മുഴുവൻ കഥയും ഇതിന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് നാസിക് ശരിക്കും, അല്ലേ? 3500 ക്ഷേത്രങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ലോകത്തിലുള്ള നമ്മൾ എവിടെ ചെന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ടെന്നാ പറയണേ. അവിടെ വന്ന് തൊഴുത് അതിനൊക്കെ ദർശനം മേടിക്കാൻ ജനങ്ങൾക്ക് പുറത്തുകൊണ്ട് ആവശ്യമില്ല. അതുകൊണ്ട് ഈ ജനങ്ങൾക്ക് അവർക്ക് തീർച്ചയായും ദൈവാനുഗ്രഹമുള്ള
3500 ക്ഷേത്രങ്ങളല്ലേ, അവിടെ പോയി തൊഴുക, കാണുക, ദൈവത്തെ കാണുക, ദർശനം ലഭിക്കുക, അതായത് രാമനും സീതയും ലക്ഷ്മണനും എല്ലാം ജീവിച്ച സ്ഥലങ്ങളിൽ ജീവിക്കാൻ സാധിക്കുക. ഇതിൽ കൂടുതൽ എന്ത് പുണ്യമാണ് വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നാസിക് आप लोग सब भगवान है एक्चुअली. नहीं, हमने हम वो भगवान है, राम जी के सामने बैठे वो भगवान है। क्योंकि वो इधर रहने वाला भी ऐसा ही है. नहीं नहीं नहीं, हम सेवा करने वाले आदमी हैं। हम सेवक है। आप जैसे लोग आए तो आप कुछ मालूम नहीं रहता, इसकी वजह से हम बताएंगे तो कुछ एक्चुअली हम ये अभी हम तुम्हारे गांव आएंगे, तुम हमको कुछ मालूम नहीं रहेगा तो तुम हमको बताएंगे कि नहीं बताएंगे? क्या उधर ऐसा है वैसा हो गया वैसा, तो हमको कुछ मालूम नहीं रहेगा तो तुम हमको बताएंगे? ये हम है ना, हम इसका ये प्रोग्राम जन्म टीवी के थ्रू ये पूरा कितना भी मलयाली लोग है पूरा दुनिया में सबको दिखाएंगे. ഞാൻ പറയണ ജനം ടി വി വഴി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഞങ്ങൾ ഇതിന്റെ വിശേഷങ്ങൾ കാണിക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ. സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി ഹലോ മുംബൈ. നിങ്ങളുടെ മുന്നിൽ ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഹലോ മുംബൈ നിങ്ങൾക്കായി സമർപ്പിച്ചത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ, Powered by Aegon Shipping and our logistic partner, Sri Trans Logistics.